ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡൽഹി ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. രേഖ ഭരിക്കും ഇനി ഡൽഹി. രേഖ ഗുപ്ത. ഈ പേര് സുപരിചിതമല്ലായിരുന്നിരിക്കാം, പക്ഷേ ഇനി സുപരിചിതമാകും. നരേന്ദ്രമോദിയും BJPയും എന്തുകൊണ്ടാണ് രേഖ ഗുപ്തയെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് എന്ന് ഒന്ന് അറിയണ്ടേ? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. രേഖ ഗുപ്തയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ പലരും അത്ഭുതപ്പെട്ടു. അവരുടെ തിരഞ്ഞെടുപ്പ് ചിലർക്ക് അപ്രതീക്ഷിതമായി തോന്നിയേക്കാമെങ്കിലും അവരുടെ രാഷ്ട്രീയ യാത്രയും പാർട്ടി തന്ത്രവും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ അനുയോജ്യമായ തിരഞ്ഞെടുപ്പെന്ന് വ്യക്തമാകുന്നു. രേഖ ഗുപ്തയ്ക്ക് പതിറ്റാണ്ടുകളായി BJPയുമായും അതിൻ്റെ പ്രത്യയശാസ്ത്ര വേരുകളുമായും അഗാധമായ ബന്ധമുണ്ട്. അതെന്താണെന്നല്ലേ? അവരുടെ കുടുംബത്തിന് സംഘപരിവാറുമായുള്ള ദീർഘകാല ബന്ധം അവരുടെ രാഷ്ട്രീയ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. 1992 രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ, അതായത് RSSൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ അഖില ഭാരതി വിദ്യാർത്ഥി പരിഷത്തിൽ, അതായത് നമ്മുടെ ABVPയിൽ അവർ ചേർന്നു. അത് അവരുടെ നേതൃയാത്രയുടെ തുടക്കമായി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ആദ്യ വർഷങ്ങളിൽ തന്നെ രേഖ ഗുപ്ത നേതൃപാടവത്തിൽ സ്ഥിരത കാണിച്ചു. 1995 ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ, അതായത് DUSU സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച അവർ 1996 അതിൻ്റെ പ്രസിഡന്റായി. വർഷങ്ങളായി അവർ ഒരു പ്രതിബദ്ധതയുള്ള BJP നേതാവായി തുടരുന്നു. ഒരിക്കലും വശം മാറാതെ പാർട്ടിയോടുള്ള അവരുടെ വിശ്വസ്തത പ്രകടമാക്കി. അതായത് ഒരിക്കലും കൂറുമാറിയിട്ടില്ല. റാങ്കുകളിലൂടെയും അവരുടെ ഉയർച്ച സ്ഥിരമായി തുടർന്നു. അവർ 2007 മുനിസിപ്പൽ കൗൺസിലറായി, 2010 BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായി, സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മേയറുമായി. 2025 ഷാലിമാർ ബാഗ് അസംബ്ലി സീറ്റിൽ അവർ വിജയിച്ചു. അത് ആത്യന്തികമായി അവരെ ഉയർന്ന ജോലിയിൽ എത്തിച്ചു. ദീർഘകാലമായി പാർട്ടിയോടുള്ള വിശ്വസ്തതയ്ക്കുള്ള അംഗീകാരമാണ് അവരെ മുഖ്യമന്ത്രിയായി നിയമിച്ചത്. അവർ BJPക്ക് സമർപ്പിതമായി തുടരുകയും അതിൻ്റെ ചട്ടക്കൂട്ടിനുള്ളിൽ സ്ഥിരമായി പ്രവർത്തിക്കുകയും ചെയ്തു. സംഘപരിവാറുമായി ശക്തമായ ബന്ധമുള്ള നേതാക്കൾക്ക് BJP പലപ്പോഴും പ്രതിഫലം നൽകിയിട്ടുണ്ട്. രേഖ ഗുപ്തയ്ക്ക് RSSും ABVPയുമായുള്ള ദീർഘകാല ബന്ധം അവരെ സ്വാഭാവിക തിരഞ്ഞെടുപ്പാക്കി. 18 സംസ്ഥാനങ്ങളിലും BJP ഭരിച്ചിട്ടും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല എന്നതാണ് അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രധാന കാരണം. അതായത് അവരെ തിരഞ്ഞെടുത്തതിനുള്ള മറ്റൊരു കാരണം അതാണ് എന്നാണ് പറയുന്നത്. അവരുടെ നിയമനം ഈ വിടവ് നികത്തുകയും സ്ത്രീകളുടെ നേതൃത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായി പാർട്ടിയെ അവതരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. രണ്ടാം തലമുറ നേതൃത്വത്തെ കൊണ്ടുവരാനുള്ള BJPയുടെ നിരന്തരമായ പരിശ്രമവും ഇത് യോജിക്കുന്നു. വോട്ടർമാർക്ക് ഒരു പുതുമുഖം നൽകിക്കൊണ്ടാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം, മുനിസിപ്പൽ ഭരണം, പാർട്ടി നേതൃത്വം എന്നിവയിലെ വിശാലമായ അനുഭവം കൊണ്ട് രേഖ ഗുപ്ത ഡൽഹിയുടെ ഭരണത്തിന് ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരുടെ നിയമനം ദീർഘകാല പാർട്ടി പ്രവർത്തകർക്ക് പ്രതിഫലം നൽകുന്നതിനും വനിതാ നേതാക്കളെ പ്രധാന സ്ഥാനങ്ങളിൽ ഉയർത്തുന്നതിനുമുള്ള BJPയുടെ സൂചിപ്പിക്കുന്നു. അവർ ചുമതലയേൽക്കുമ്പോൾ ഡൽഹി രാഷ്ട്രീയത്തിലെ വെല്ലുവിളികളെ അവർ എങ്ങനെ നാവിഗേറ്റ് ചെയ്യുമെന്ന് വരും വർഷങ്ങളിൽ തലസ്ഥാനത്തെ നയിക്കുമെന്നും നമുക്ക് നോക്കി തന്നെ കാണാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.